ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ ഡൈ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് 100% ബെനിഫിറ്റ്സ് ആണ്. നല്ല മുടി കറക്കുന്നുണ്ട് 30 ദിവസത്തേക്ക്, പിന്നെ നരക്കിനേ ഇല്ല കേട്ടോ. അതിന് ആദ്യം വേണ്ടിയിട്ട് ഞാൻ എടുക്കണത് എന്താണെന്നറിയാം, നമ്മുടെ കീഴാർനെല്ലി. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് അരച്ചിടേണ്ടവർക്ക് അരച്ചിടാം. ഞാൻ ഇതൊക്കെ വേവിക്കുകയാണ് ചെയ്യുന്നത്, തിളപ്പിക്കുക. ഇതിന്റെ ഇലയൊക്കെ അങ്ങനെ ഊരിയിട്ടിട്ട് കഴുകി എടുത്ത് വെച്ചതാണ്. ആദ്യം നമ്മൾ കിഴാർനെല്ലി ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ തുളസിയാണ് ഇടുന്നത്. ഇത് നമ്മൾ നീരിറക്കം വരാതിരിക്കാനാണ് കേട്ടോ തുളസി ഇടുന്നത്. അല്ലാതെ പിന്നെ നമ്മളെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാ. ഇതെന്താണെന്നറിയോ, നമ്മളുടെ അടയ്ക്കാപ്പഴത്തിന്റെ ഇല, പേരയില, അതിന്റെ തൂമ്പ നമ്മളെ മുടി നല്ലതാണ് കേട്ടോ. മുടി വളർച്ചയ്ക്കും നല്ലതാണ്, മുടി കറക്കും ചെയ്യും, രണ്ടിനും നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് മുടിയിൽ ഹെയർ ഡൈ ചെയ്യുമ്പോഴും മുടി കൊഴിയാതിരിക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്പുകൾ നമ്മൾ ചെയ്യണം. കാരണം ഒന്നുകിൽ നമ്മൾ എന്താ പറയുക, കോഴിമുട്ടയുടെ വെള്ളയെങ്കിലും ചേർക്കണം, അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കണം, അല്ലെങ്കിൽ നമ്മൾ തുളസിയില, പേരയില ഇങ്ങനെയൊക്കെ കൂട്ടണം. അപ്പോൾ നമ്മളെ മുടി വളർച്ച കൂടുകയും ചെയ്യും, നല്ലോണം കറക്കുകയും ചെയ്യും. നമുക്കൊരു സൈഡ് ഇഫക്റ്റും ഉണ്ടാവില്ല. കാരണം നമ്മള് നീലമരി, മൈലാഞ്ചി, പിന്നെ നെല്ലിക്കപ്പൊടി ഒക്കെ തന്നെ ഇതിൽ ചേർക്കണം. നെല്ലിക്കപ്പൊടി അറിയാലോ, നമുക്ക് മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ നീലാമരിയും, മുടി നല്ലതായിട്ടുണ്ടാവും. മൈലാഞ്ചി പിന്നെ പറയും വേണ്ടല്ലോ. അപ്പൊ ഇത് എല്ലാം ചേർക്കുമ്പോൾ സമ്പൂർണ്ണ പോഷകം കൂടി കേട്ടോ മുടിക്ക് നമ്മൾ കിട്ടുന്നത്. ഇതെന്താണെന്നറിയാം, നമുക്ക് കറുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം അറിയാം, അനാറിന്റെ തൊലി ചെറുതാക്കിയിട്ടിട്ട് ഇതൊക്കെ തിളപ്പിക്കാനുള്ളതാട്ടോ. ഇതൊക്കെ നമ്മളൊരു ഓവർനൈറ്റ് വെച്ചാൽ ഇതിന്റെ വെള്ളം നന്നായി കറുത്ത് കിട്ടും. കാരണം ഈ അനാറിന്റെ തൊലിക്ക് അത്രയും ഗുണാണ്. ഇനി നമുക്ക് ഇതിൽ ചായപ്പൊടി വേണ്ടവർക്ക് ഈ സമയത്ത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ചായപ്പൊടി, കാപ്പിപ്പൊടി വേണ്ടവർക്ക് കൂട്ടാട്ടോ. ഞാനിപ്പോ ഈ അനാറിന്റെ തൊലി, ചെമ്പരത്തിന്റെ പൂവ് ഉണ്ടാവുകൊണ്ട് മറ്റു സാധനങ്ങളൊക്കെ നമ്മളെ മുടി കറക്കാൻ നല്ല തന്നെയാണല്ലോ അല്ലേ, നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി ഒക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, ഇതിൽ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും വേണ്ടാക്കിയാണ്, എല്ലാം കൂടി വേണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ തന്നെ ഒരുപാട് പോഷകങ്ങളും മുടി കറക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് ഇതിന്റെ വെള്ളത്തിന്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഊറ്റുമ്പോൾ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, നാളെയാണ് കേട്ടോ അത് ഞാൻ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കണത്, ഞാൻ നാളെയാണ്. അപ്പോൾ ഇതിന്റെ കറുപ്പ് കാരണം നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് തലേ ദിവസം കലക്കി ഒന്നും വെക്കണ്ട. അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വെറും മൈലാഞ്ചി, നെല്ലിക്കി മാത്രമാണ് നമ്മൾ തലേ ദിവസം കലക്കി വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ നമ്മൾ തലേ ദിവസം കലക്കി വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ ഈ അനാറിന്റെ തൊലി കൂട്ടണ സമയത്താണെങ്കിൽ നമുക്ക് ഈ അതുപോലെ നമ്മളുടെ കിഴാർനെല്ലി ഇതൊക്കെ കൂട്ടണ സമയത്താണെങ്കിൽ, ചെമ്പരത്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡൈ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് നിങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ മതി, ഈ വെള്ളം മാത്രം കേട്ടോ. അപ്പൊ ഇനി ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുള്ള വെള്ളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഇനി ഞാൻ തിളപ്പിച്ച് കൊണ്ടുവരാം. നമ്മളിത് അടുപ്പത്ത് വെച്ചു, നമുക്ക് വേണ്ട വെള്ളം. കാരണം ഞാൻ കുറച്ച് സാധനമേ കാണിക്കുന്നുള്ളൂ, തോനെ വേണമെങ്കിൽ നിങ്ങൾ ഇത് അതിനനുസരിച്ചിട്ട് വെള്ളം നിങ്ങൾ ചേർത്തോളൂ. ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ ഞാനൊരു സാധനം കൂടി ചേർക്കേണ്ട എക്സ്ട്രാ എന്താണെന്നറിയോ, നമ്മുടെ ഉലുവട പൊടി നല്ലതാണ് കേട്ടോ. അത് നമ്മൾ വറുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം, വെള്ളത്തിൽ വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇപ്രാവശ്യം മൈലാഞ്ചിപ്പൊടിയും പിന്നെ നെല്ലിക്കപ്പൊടിയും ഒന്നും വറക്കണില്ല. ഇത് വറുക്കാതെ തന്നെ നല്ല കറുപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ വറക്കണം നമ്മള് അല്ലേ, പച്ചയാണല്ലോ കൂടുതൽ നമ്മുടെ തലയ്ക്ക് ഗുണം ഒക്കെ പച്ചക്കാണ് കേട്ടോ. നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഗുണം കുറവാണ്. അപ്പൊ നമ്മൾ വേണച്ചിട്ട് ഞാൻ വറക്കാതിരിക്കുകയാണ്, മുടി കറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇത് തിളയ്ക്കുമ്പോഴേക്ക് തന്നെ കറുത്ത് വരും ഈ വെള്ളം. പിന്നെ നമ്മളൊരു ഓവർനൈറ്റ് വെക്കുമ്പോൾ എന്തായിരിക്കും, നമ്മൾ അറിയാലോ, മുടി കൊഴിച്ചില്, മുടി പൊട്ടിപ്പൂവല്, അതുപോലെ പേൻ ശല്യം, താരൻ, ഇതിനൊക്കെ ഒന്നാം തരാണ് കേട്ടോ നമ്മളെ തുളസി, ചെമ്പരത്തിപ്പൂവ്, ഉലുവ, ഇത്രയും സാധനങ്ങൾ ഒരുപാട് നല്ലതാണ്. പിന്നെ മൈലാഞ്ചി, നീലമരി, നെല്ലിക്ക മുടി വളർച്ചയ്ക്ക്, മുടി കറക്കാനും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കണം. ഇത് പച്ചയ്ക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കണ്ടോ വെള്ളം കണ്ടോ, തിളയ്ക്കുമ്പോഴേക്കന്നെ ഞാൻ പറഞ്ഞില്ലേ കറക്കുന്ന, കണ്ടോ തള വരുമ്പോഴേക്കിനെ കണ്ടോ വെള്ളത്തിന്റെ കളർ കണ്ടോ. അപ്പൊ ഇനി ഇതൊരു ഓവർനൈറ്റ് വെക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൽ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ നിങ്ങൾ ചെലവാക്കണ്ട. ഈ ഇത് ചെയ്യുമ്പോൾ പൊമഗ്രാനൈറ്റിന്റെ തൊലിയും തുളസിയും കിഴാർനെല്ലിയും ഇടുന്ന സമയത്ത്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടാൽ പിന്നെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. എനിക്ക് കറിവേപ്പില ഉണ്ട് കേട്ടോ, അതും കൂടി ഒരു പിടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ലേശം കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കുക.
എന്നിട്ട് ഇതൊക്കെ നമ്മളൊരു ഓവർനൈറ്റ് വെച്ചിട്ട് ഇത് രാവിലേക്ക് ഇത് നല്ല കറുന്നനെയാവും കേട്ടോ. ഇത് ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചേച്ചി ഇങ്ങനെയാണ് ചെയ്യണത്, മുടി കറുപ്പിക്കണത്. അവൾ തമിഴ്നാട്ടിലാണെങ്കിലും അവൾ ഇങ്ങനെയാണ് മുടി കറുപ്പിക്കണത്. വാങ്ങണ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നല്ല മുടിയാണ് അവൾക്ക്, എന്നെക്കാളും മുടിയാണ്, നല്ല കെയറിങ്ങും ആണ്. കാരണം പിന്നെ അവിടെയൊക്കെ മടഞ്ഞിടുന്നൊരു പതിവുണ്ട്. അവളിങ്ങനെ മുടി അരയ്ക്കും താഴെ മടഞ്ഞിട്ടിട്ടാണ് നടക്കുന്നത്. അത്രയും മുടിയാണ് അവൾക്ക്. അപ്പൊ അവളുടെ മുടി വളർച്ചയ്ക്കുള്ള കാരണം ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആയുർവേദം മാത്രമേ അവൾ ചെയ്യുന്നുള്ളൂ. വീട്ടിൽ കിട്ടുന്നത് ഹോം റെമഡിയോളെ അല്ലാതെ വാങ്ങണ കടയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനത്തെ ഒന്നും അവൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അവൾക്ക് തോനെ മുടിയാണ് കേട്ടോ. അവൾ മുടിക്ക് അവൾ താളി തേക്കേണ്ടത് എന്താണെന്നറിയോ? ചീവയ്ക്കപ്പൊടി. ഇവിടെ ഒന്ന് നോക്കൂ, ഞാൻ നോളെ പറഞ്ഞച്ച നോക്കൂ, കണ്ടോ? ഇത് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരികയാണ്. നോക്കി നോക്കൂ, എന്താ ഇതിന്റെ കറുപ്പ് നോക്കൂ. അപ്പൊ ഇനി ഇതൊരു രാത്രി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇപ്പൊ തിളച്ചു കിട്ടോ, ഒക്കെ വെന്തു, ഇത്ര മതി. ഞാൻ പൊമഗ്രാനൈറ്റ് നിങ്ങൾ കുഞ്ഞിതായിട്ട് നുറുക്കിയിട്ടോളൂണ്ട് കേട്ടോ എപ്പോഴും. എന്നാലാണ് പൊടിച്ചിടാൻ പറ്റിച്ച ഏറ്റവും നല്ലത്. ഇനി ഞാൻ നിർത്തി. അതിനായിട്ട് നമ്മളിപ്പോ ഇനി മറ്റേ നമ്മള് പൊമഗ്രാനൈറ്റിന്റെ തോല്, പിന്നെ അതുപോലെ തന്നെ തുളസിയില, കിഴാർ നെല്ലി, ചെമ്പരത്തി പൂവ്, അതൊക്കെ ഒരു രാത്രി നമ്മൾ വെച്ചെണ്ണു കേട്ടോ, തണുത്തെണ്ണു. അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്തോ. ഞാൻ 1 സ്പൂണാണ് ഹെന്ന പൗഡർ, അതായത് മൈലാഞ്ചിപ്പൊടി 1 സ്പൂൺ എടുത്തു. ഇനി ഞാൻ എടുക്കണത് എന്താന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ എടുക്കണത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടി എടുത്തോളൂ, മുടിക്ക് നല്ലതാണ് നെല്ലിക്കപ്പൊടി കേട്ടോ. അപ്പൊ നെല്ലിക്കപ്പൊടി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുത്തോളൂ, അതിനനുസൃതമായ നെല്ലിക്കപ്പൊടി എടുത്തു. ഇനി ഞാൻ നീലാമരിയുടെ പൊടിയും കൂടി, എല്ലാം കൂടി ഞാൻ എപ്പോഴും ഒപ്പാണ് കേട്ടോ തേക്കാറ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തോളൂ, അസൗകര്യമുള്ളവർക്ക് എല്ലാം കൂടി ഒപ്പം തേക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്. അല്ല എല്ലാം വേറെ വേറെ തേക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, മൈലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടിയും ഇതേപോലെ ഈ വെള്ളത്തിൽ കലക്കി തലേ ദിവസം തേക്കുക. എന്നിട്ട് തലേ ദിവസം നമ്മൾ ഷാമ്പു തേച്ച തലയിൽ വേണം ഇത് തേക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഷാമ്പു തേച്ച തലയിൽ തേച്ചതിന് ശേഷം, ഉണങ്ങിയതിന്റെ ശേഷം നിങ്ങൾക്ക് അപ്പം തന്നെ മുടി ഉണങ്ങിയിട്ട് നീലാമരി തേക്കാൻ പറ്റിച്ച് അതൊരു ചൂടുവെള്ളത്തിൽ കലക്കിയാൽ മതി. എന്തിലും നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ അത് കലക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വേറെയാണ് കേട്ടോ. ഉപ്പ് ചേർത്താലാണ് നമ്മളെ മുടിയിലേക്ക് നോക്കൂ, ഒരു ഓവർനൈറ്റ് വെച്ച വെള്ളത്തിന്റെ കളർ നോക്കൂ, ബ്ലാക്ക് ആയിരുന്നു കണ്ടോ. അപ്പൊ നമുക്ക് മുടി കൂടുതൽ ദിവസം ഇത് കറുപ്പ് നിൽക്കും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാല്. ഇങ്ങനത്തെ പൊമഗ്രാനൈറ്റിന്റെ തോല് നല്ലതാണ് കേട്ടോ, ഒരുപാട് മുടിക്ക് നല്ലതാണ്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു 30 ദിവസം അത് മുടി നന്നായി കറുത്ത് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ടൊന്നും ചെയ്യണ്ട. ചിലവര് നീലാമരി പിറ്റേ ദിവസമേ തേക്കുന്നുള്ളൂ, തലേ ദിവസം ഹെന്ന പൗഡറും നെല്ലിക്ക പൊടിയും കൂടി കലക്കി തേക്കാണ്. ചിലവര് കട്ടൻ ചായയിൽ കലക്കി തേക്കുന്നുണ്ട്. ചിലവര് എന്തിലാ തേക്കണമെന്ന് അറിയാവോ? പിന്നെ ഇതേപോലെ ബീട്രൂട്ടിന്റെ ജ്യൂസിൽ കലക്കുന്നുണ്ട്. പലയോരും പലേതിലുണ്ട്. പക്ഷെ ഇത് നമ്മൾ കലക്കുമ്പോൾ ഒരു പ്രത്യേകത വേണം കേട്ടോ. നമ്മൾ കുറേശ്ശെ വെള്ളം പറഞ്ഞിട്ട് വേണം ഇതിങ്ങനെ ചേർക്കാനായിട്ട്. അപ്പൊ അത് നല്ല കറുപ്പ് കളർ കിട്ടും കേട്ടോ. നമ്മൾ ചേർത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കട്ടെ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. ഇത് കലങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരു പിഞ്ച് ഉപ്പിട്ടോളൂ. ഇനി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. ഇനി ചിലവർക്ക് നമ്മളുടെ ഓയിലി ആയിട്ടാണ് മുടി എന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം ചേർക്കണം എന്നില്ല. എന്താണെന്നറിയോ? നമുക്ക് ഈ മുടി ഓയിലി അല്ലാതെ ഡ്രൈ ആയിട്ടുള്ളവർക്ക് നീലമരിയും കൂടിയും തേക്കനോട് കൂടി നമ്മളെ മുടി നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. ചിലവർക്ക് എൻ്റെ ഓയിലി ഹെയർ ആവുകൊണ്ട് ഞാൻ കോഴിമുട്ടയുടെ വെള്ളം അങ്ങനെ ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലൊരു കോഴിമുട്ടയുടെ വെള്ളം, നിങ്ങൾ എത്രയാണോ ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ അതിനനുസരിച്ച് ചേർത്തോളൂ. ഒരു കോഴിമുട്ടയുടെ വെള്ളം മുഴുവൻ വേണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്നുകൂടി ടൈറ്റിൽ കലക്കണം. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളം ചേർക്കണുണ്ടെങ്കിൽ ഇതിൽ മീതെ ലൂസായിട്ട് കലക്കരുത്, നമ്മളെ മുടിയിൽ നിന്ന് ഇതൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. അപ്പൊ എങ്ങനെയാ വെച്ചാല് നമ്മൾ നല്ല തണുത്തതിൻ്റെ ഒരു ഓവർനൈറ്റ് വെക്കണം. നമ്മളുടെ ഈ പൊമഗ്രാനൈറ്റിന്റെ വെള്ളവും തുളസിയും അങ്ങനെയൊക്കെ പാടെ കിഴാർനെല്ലിയും ഒക്കെ പാടെ ഇട്ടത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഇതിങ്ങനെ കൂട്ടാവുള്ളൂ. ഇപ്പൊ ഇതൊക്കെ തേക്കണ മുടി എങ്ങനെ വേണമെന്ന് അറിയോ? നമ്മളൊരു ലേശം പോലും എണ്ണമെഴുക്ക് പാടില്ല, പറ്റ എണ്ണമെഴുക്ക് കളഞ്ഞിട്ട് വേണം.
ഇത് തേക്കാനായിട്ട്. പിന്നെ ഇത് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ നമ്മൾ നോർമൽ വാട്ടറിലാണ് അത് കഴുകി കളയാവുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മുടി എന്തോ എൻ്റെ അത്ര കറുത്തില്ല, 2-3 പ്രാവശ്യം തേക്കേണ്ടി വന്നു എന്നൊക്കെ പറയണ്ട. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് കറുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതേപോലെ ഈ കൂട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ട് 2 ദിവസം ഒരുപോലെ തേച്ചോളൂ, നന്നായിട്ട് കറക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഇത് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങണ ഹെയർ ഡൈ ഉണ്ടല്ലോ, നമ്മുടെ കെമിക്കൽ ഉള്ളത്, അത് ഒറ്റ പ്രാവശ്യത്തിന് നമ്മളെ മുടി അങ്ങനെ കറുത്തു ഇങ്ങനെ കറുത്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് നമുക്ക് കുറെ കഴിയുമ്പോഴാണ് അറിയേണ്ടത്. ഇത് തേച്ചാൽ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല, മുടി നന്നായി വളരും ചെയ്യും. അപ്പൊ ഇത് തന്നെ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഇതന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. 100% ഉറപ്പാണ്. മുടി നന്നായി വളരുന്നുണ്ട്, കറക്കണുണ്ട്. ഇതിൽ നമ്മൾ അത്രയും പോഷകങ്ങൾ ചേർത്തിട്ടുണ്ട്, അറിയാലോ. പേരയിലേക്ക് നമ്മളെ മുടിയിലേക്ക് അതിന്റെ വെള്ളം മാത്രം തേച്ചാൽ തന്നെ നമ്മളെ മുടി ഒരുപാട് വളരും. ചെമ്പരത്തിപ്പൂവാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഞാൻ ഇതിൽ ചേർത്തുമ്പോൾ അത്രയും നല്ലതാണ്. പിന്നെ കിഴാർനെല്ലി ഒരു അമൂല്യമായ ഒരു ഒറ്റമൂല്യം കേട്ടോ. മുടി വളർച്ചയ്ക്ക് പണ്ടുള്ളവരെ ഉപയോഗിക്കുന്നതാണ് കിഴാർനെല്ലി. അപ്പോൾ ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവാതെയും തണുപ്പ് പിടിക്കാതിരിക്കാനാണ് നമ്മൾ തുളസി ഇടുന്നത്. തുളസി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ മുടി കറക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ പേൻ ശല്യം പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കണോടൊപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കേട്ടോ. കണ്ടോ നന്നായി കറുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ മുടിയിൽ തേക്കാത്ത ഒന്നുമല്ല, ഞാൻ ഇതൊന്നും മുടിയിൽ തേച്ചിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.